കാനഡ സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. STS അതായത് സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീം എന്ന വിസ പ്രോസസ്സും STS നോൺ സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീം എന്ന പ്രോസസ്സും തമ്മിൽ എന്താണ് ഏറ്റവും വലിയ വ്യത്യാസം? ഈ വ്യത്യാസം പറയുന്നതിന് മുമ്പേ ആദ്യം പറയേണ്ട ഒരു കാര്യം, സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീമിൽ കഴിഞ്ഞ വർഷം ഏകദേശം 70% മേലെ സക്സസ് റേഷ്യോ ഉണ്ട്. നോൺ സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീമിൽ STS അതൊരു 40% ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 30% അത്ര വലിയ ഗ്യാപ്പാണോ? അതൊരു വലിയ ഗ്യാപ്പ് തന്നെയാണ്. സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീമിൽ നമ്മൾ ഫീസ് ഫസ്റ്റ് ഇയറിൻ്റെ ഫുൾ അടയ്ക്കണം, ലിവിങ് എക്സ്പെൻസ് കാണിക്കണം, പക്ഷേ ഡോക്യുമെൻറ്റേഷൻ അവിടെ കുറവാണ് വരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ വർഷത്തെ ഫീസിൻ്റെ പൈസ നമ്മളുടെ കയ്യിലില്ലെങ്കിലും നമ്മൾക്ക് ഒരു CA സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മളെ കയ്യിലുള്ള നിലവിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അത് എത്ര പൈസയാണെങ്കിലും കാണിച്ചിട്ട് നമുക്ക് STSൽ ഫയൽ ചെയ്യാം. STSൽ ഫയൽ ചെയ്യുമ്പം ഉള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, STSൽ ആ സ്റ്റുഡൻറ്റിന് ഫസ്റ്റ് സെമസ്റ്ററിന് മാത്രം അടച്ചാൽ മതി. ഈ ലിവിങ് എക്സ്പെൻസും അവിടെ ബ്ലോക്ക്ഡ് എമൗണ്ട് ആയിട്ട് അവിടെ കാണിക്കണം എന്നില്ല. പക്ഷേ ഇതിനെല്ലാം സെക്കൻഡ് സെമസ്റ്റർ അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസ് ഈ പൈസ എല്ലാം എവിടുന്നാണ് പ്രൂഫ്, എവിടുന്നാണ് അടയ്ക്കാൻ പോകുന്നതെന്നുള്ളതിനായുള്ള ഒരു തെളിവ്, അതായത് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ് സ്ട്രോങ് ആയിരിക്കണം. ലോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ലോണിൻ്റെ സാങ്ഷൻ ലെറ്റർ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റിസീപ്റ്റ്സ്, അല്ലെങ്കിൽ ബാങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ സ്വന്തം ബാങ്കിലുള്ള പൈസയുടെ ആ ബാക്കപ്പ്, ഇതെല്ലാം കാണിക്കണം. എന്നോട് വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ STSൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം ഒരു സ്റ്റുഡൻറ്റ് ഫീസ് അടച്ചിട്ട് ഫുള്ള് ഫീസ് അടച്ചിട്ട് ജീവിത ചെലവിനുള്ള പൈസയും ഫുള്ളായിട്ട് അടച്ചിട്ട് പോകുമ്പം അവിടെ സാമ്പത്തികമായി ആ കുട്ടി ആ പഠനത്തിനായി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് തെളിവ്. ഇതാദ്യം മനസ്സിലാക്കണം. ഈ തെളിവ് തരുമ്പോൾ തന്നെ ഒരു വിസ ഓഫീസർക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രാമിനുള്ള കണക്ഷൻ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ വിസ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആളുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ചില സമയങ്ങളിൽ STS ചെയ്യാം എന്ന് പറയുന്നത്. പിന്നെ പലരും പല റൂമേഴ്സും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, STSൽ ചെയ്താൽ പെട്ടെന്ന് വിസ കിട്ടും, STSൽ ഒത്തിരി കൂടി ഡിലേ ഉണ്ടെന്ന്. അങ്ങനെ ഒന്നുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ പ്രോസസ്സുണ്ട്. STSും STSും തമ്മിലുള്ള സക്സസ് റേഷ്യോ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഏകദേശം 30%. ഭൂരിപക്ഷം കുട്ടികളും പോകുന്നത് STSലാണ്. പൈസ അടച്ച് ജീവിത ചെലവിനുള്ള പൈസ കാണിച്ചു പോകുന്നതാണ് എന്നും ബെറ്റർ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഫർമേഷനും പുതിയ നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത് കാരണം ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്രൈസ്റ്റ് വില്ലേജിൻ്റെ സോഷ്യൽ പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുക. ഇതിന് പുറമെ ക്രൈസ്റ്റ് വില്ലേജിൻ്റെ ബ്രാഞ്ചസ് അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കാണാം. ആ ബ്രാഞ്ചസിൽ നേരിട്ട് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് കൗൺസിലറുമായിട്ട് ഇരുന്ന് എല്ലാ സംശയങ്ങളും തീർത്ത് എന്നിട്ട് വളരെ സന്തോഷത്തോടെ വേണം കാനഡയിലേക്ക് കുട്ടികൾ യാത്ര പോകാൻ.